السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني خالق بشرا من طين فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. صدق الله مولانا العظيم. خلق الله آدم على صورته. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. അർഹമുർറാഹിമായ നാഥൻ പാപികളായ പാവപ്പെട്ടവരായ നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി സംഭവിച്ചു പോയ ഒട്ടനവധി പാപങ്ങൾ എല്ലാം അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വ്യാപ്തി കൊണ്ട് പടച്ച തമ്പുരാൻ നമുക്കൊക്കെ മാപ്പാക്കുമാറാകട്ടെ. പരിപൂർണ ഈമാനിൻ്റെ അഹലുകാരായി അള്ളാഹു നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. ഹൃദയത്തിൽ ഈമാനിൻ്റെ ആനന്ദവും ആവേശവും അഭിരുചിയും പടച്ച തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ ആ ഈമാൻ കൈമുതലായി ജീവിച്ച് പൂർണ്ണ ഈമാനോടുകൂടെ തന്നെ കലിമ ഉരുവിട്ട് മരണപ്പെടാനുള്ള സൗഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബു തആല മാറ്റിത്തരുമാറാകട്ടെ. രോഗികൾക്ക് രോഗശമനം നൽകുമാറാകട്ടെ. കടക്കണിയിൽ അകപ്പെട്ടവർക്ക് അള്ളാഹു സാമ്പത്തിക അഭിവൃദ്ധി നൽകുമാറാകട്ടെ.
മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിനോടുള്ള സ്നേഹം, വെള്ളിയാഴ്ചയുടെ പ്രമേയം തഖ്വയാണല്ലോ. ഈ തഖ്വ ഉണർത്താൻ വേണ്ടിയാണ് ഓരോ വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾ സംഘടിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തഖ്വയുടെ ഊർജമായ, തഖ്വയുടെ കാതലായ അൽ മഹബ്ബത്തു ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ ദൂതരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം എന്ന വിഷയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകൾ ശക്തമായി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? മനുഷ്യർ 5 കാരണങ്ങളാലാണ് മറ്റു വ്യക്തികളെയും വസ്തുക്കളെയും സ്നേഹിക്കുന്നത്. ഈ 5 കാരണങ്ങളാലും അള്ളാഹുവിനെയാണ് കൂടുതലായി സ്നേഹിക്കേണ്ടതെന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ 5 കാരണങ്ങളിൽ നിന്ന് 3 കാരണം ഏറെക്കുറെ നാം വിശദീകരിച്ചു പറഞ്ഞു. കഴിഞ്ഞയാഴ്ച അവസാനമായി സ്നേഹത്തിൻ്റെ കാരണങ്ങളിൽപ്പെട്ട 4ാമത്തെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. അതെ, മനുഷ്യപ്രകൃതി സൗന്ദര്യത്തെ, അഴകിനെ ഇഷ്ടപ്പെടും. സുന്ദരമായ വസ്തുവിനെ, സുന്ദരന്മാരെ, സുന്ദരികളെ മനുഷ്യർ സ്നേഹിക്കും. ആ സുന്ദരമായ വസ്തു അല്ലെങ്കിൽ സുന്ദരനായ വ്യക്തി അവന്റെ സൗന്ദര്യം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും മാനസികമായ ഒരു ആകർഷണം മനുഷ്യന്റെ സഹജ ഗുണമാണ്. സൗന്ദര്യമുള്ളതിനെ ഇഷ്ടപ്പെടുക, അഴകുള്ളതിനെ സ്നേഹിക്കുക എന്നത് മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന, അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഈ നിലയിൽ ആലോചിക്കുമ്പോൾ ഈ കാരണം കൊണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രമാണ് സ്നേഹിക്കേണ്ടത്. എന്തുകൊണ്ട്? എന്നെന്നും നിലനിൽക്കുന്ന സൗന്ദര്യം, ചോർന്നു പോകാത്ത സൗന്ദര്യം, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന സുന്ദരനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. പടച്ച തമ്പുരാന് ജഡമില്ലാത്തതുകൊണ്ട്, തടിയും രൂപവുമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ കണ്ണുകൊണ്ട് റബ്ബിന്റെ സൗന്ദര്യം നോക്കിക്കാണാൻ നമുക്ക് സാധിക്കില്ല. വഇന്നമാ തുദ്റകു ജമാലുഹു തആല. പിന്നെങ്ങനെയാണ് റബ്ബിന്റെ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും സാധിക്കുക? ഇന്നമാ തുദ്റകു ജമാലുഹു തആല ബിൽ ബസായിരി ലാ ബിൽ അബ്സാർ. അല്ലാഹുവിന്റെ സൗന്ദര്യം കാണാനാകുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ്, ഖൽബിലെ കണ്ണുകൊണ്ടാണ്. ലാബിൽ അബ്സാർ, നഗ്നനേത്രം കൊണ്ട്, ഈ മുഖത്തുള്ള കണ്ണുകൊണ്ട് റബ്ബിന്റെ സൗന്ദര്യം കാണാൻ സാധിക്കുകയില്ല. പറഞ്ഞല്ലോ നാം, സൗന്ദര്യം ബാഹ്യ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവുമുണ്ട്. ബുദ്ധിമാന്മാരുടെ അടുക്കൽ ആന്തരിക സൗന്ദര്യത്തിനാണ് വില. തൊലിനിറം നല്ലതാണ്, മുഖത്തിന്റെ ഫേസും ഘടനയും നല്ലതാണ്, ശരീരം വടിവൊത്തതാണ്. പക്ഷേ ആള് സ്വഭാവം മോശമാണ്, വിവരം കെട്ടവനാണ്, അതുപോലെ തന്നെ ഒരു കഴിവില്ലാത്തവനാണ്. ഇപ്പുറത്തൊരാൾ തൊലിനിറം, മുഖം വിരൂപിയാണ്, പക്ഷേ നല്ല പണ്ഡിതനാണ്, നല്ല കലാബോധമുള്ളയാളാണ്, നല്ല കഴിവുള്ള ആളാണ്. ബുദ്ധിയുള്ള ആൾ ആരെയാണ് സ്നേഹിക്കുക? ആന്തരികമായ സൗന്ദര്യത്തെയാണ് ബുദ്ധിയുള്ള ആൾ സ്നേഹിക്കുക. ആന്തരികമായ സൗന്ദര്യം നിലനിൽക്കുന്നത് പറഞ്ഞു നാം ബിൽ ഇൽമി വൽ ഖുദ്റത്തി, ഇൽമു കൊണ്ടും ഖുദ്റത്തു കൊണ്ടുമാണ് ആന്തരികമായ സൗന്ദര്യം ഉണ്ടാകുന്നത്. ആ സൗന്ദര്യത്തിന്റെ ബേസ്, അടിസ്ഥാനം അതാണ്. ഉള്ളിലെ സൗന്ദര്യം, ഭംഗി, അതിന്റെ അടിസ്ഥാനം ഇൽമും ഖുദ്റത്തുമാണ്, അറിവും കഴിവുമാകുന്നു. ഈ വിഷയത്തിൽ
അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും പല പണ്ഡിതന്മാരെയും കഴിവുള്ളവരെയും സർഗസിദ്ധിയുള്ളവരെയും നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇൽമിന്റെ വ്യാപ്തിയും മഹത്വവും പരിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് ഭാഗങ്ങളിൽ ഉണർത്തുന്നുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്നവൻ അവൻ മാത്രമാണ്. ഒരു പണ്ഡിതനും രഹസ്യമായ കാര്യങ്ങൾ അറിയുകയില്ല തന്നെ. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള സകല രഹസ്യങ്ങളും അറിയുന്നവനാണവൻ. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, എത്രത്തോളം എന്ന് വെച്ചാൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഹൃദയത്തിന്റെ കോണിൽ ഒളിപ്പിച്ച് വെച്ചത് വരെ അവനറിയും, അവന് മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തിൽ അവതരിപ്പിച്ച ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാരം കൂടിയ ഒരായത്താണ് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സവിസ്തരം അറിയുന്നവനാണ് അല്ലാഹ്. മനുഷ്യർക്ക് എന്താ അറിയാ? എനിക്ക് എന്നെ അറിയൂ, എന്നിട്ടല്ലേ പുറത്തുള്ളതറിയാ. നിങ്ങൾക്ക് നിങ്ങളെ അറിയോ? ഞാനെന്ന് പറയുന്ന അഹം, ആ ആത്മാവെന്ന ചൈതന്യം, അതറിയില്ല. ശരീരത്തെക്കുറിച്ച് എന്താ അറിയാ? ഈ ശരീരത്തിന്റെ ഘടനയും പ്രവർത്തന പ്രക്രിയകളും ആർക്കാണറിയാ? വൈദ്യശാസ്ത്രം ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരത്തെക്കുറിച്ച് പഠിച്ചിട്ട് മനുഷ്യന് പൂർണ്ണമായ അവസ്ഥയിൽ ജ്ഞാനം കിട്ടിയിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ വിശാലമായ ജ്ഞാനഭണ്ഡാരത്തിൽ നിന്ന്, ജ്ഞാനസാഗരത്തിൽ നിന്ന്, ജ്ഞാനസമുദ്രത്തിൽ നിന്നൊരു കൈക്കുമ്പിൽ മാത്രമാണ് മാനവർക്ക് കിട്ടിയത്. എല്ലാം അള്ളാന്റെ അടുക്കലാണ് ജ്ഞാനമുള്ളത്. അവൻ എല്ലാം അറിയുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അറിവ് രണ്ട് തരാൻ, ലോകത്തുള്ള എല്ലാ അറിവും എടുത്ത് പരിശോധിച്ചാൽ രണ്ട് തരാൻ. ഒന്നുകിൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ സൃഷ്ടികളെ കുറിച്ചുള്ള അറിവ്. ഇത് രണ്ടും അല്ലാത്ത അറിവുണ്ടോ? ഇത് രണ്ടും അല്ലാത്ത ഒന്നും ഇല്ലല്ലോ, പിന്നെന്താ അറിയാൻ? ഒന്നുകിൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ സൃഷ്ടി ലോകത്തെ കുറിച്ചുള്ള അറിവ്. ഈ ടെക്നോളജിയും കമ്പ്യൂട്ടറും എല്ലാം സൃഷ്ടി ലോകമാണ്. ഈ രണ്ടറിവും എവിടെയുള്ളത്? സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് അവനല്ലേ അറിയൂ, അള്ളാഹുവിനല്ലേ അറിയൂ, അല്ലേ? സൃഷ്ടികളെ കുറിച്ചുള്ള അറിവും ആർക്കാ അറിയാ? അതിനെ സൃഷ്ടിച്ച തമ്പുരാനല്ലേ അറിയാ. ഒരു കമ്പനിയുടെ ഒരു മെയ്ഡ്, ഒരു പ്രൊഡക്റ്റ് അത് പുറത്തു വരുമ്പോ അതിന്റെ ആ പ്രവർത്തനവും അതിന്റെ സൃഷ്ടിപ്പും കൂടുതലായി ആ ഫാക്ടറിക്ക്, ആ കമ്പനിക്കല്ലേ അറിയാ. സൃഷ്ടി ലോകത്തെ സംവിധാനിച്ച സൃഷ്ടാവിനല്ലേ സൃഷ്ടികളെ കുറിച്ച് വസ്തുനിഷ്ഠമായി അറിയുകയുള്ളൂ. അപ്പൊ ഈ രണ്ടറിവ് എവിടെയുള്ളത്? അത് സൃഷ്ടാവിൽ നിക്ഷിപ്തമാണ്. രണ്ടറിവും അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. ഇത് സൃഷ്ടി ലോകത്തേക്ക് സപ്ലൈ ചെയ്യാൻ അള്ളാഹു ഉപയോഗപ്പെടുത്തിയ മാധ്യമമാണ് പരിശുദ്ധ ഖുർആൻ. ജ്ഞാനം മാനവരിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഇറക്കിയ കയറാണ് ഖുർആൻ. ആ ഖുർആനിൽ നിന്നു മാത്രമേ സൃഷ്ടികളെ കുറിച്ചുള്ള അറിവും സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവും ഏത് ബയോളജിയും ഏത് ടെക്നോളജിയും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ അവന്റെ ചിന്ത ഉപയോഗിച്ച് കണ്ടെത്തുന്നതിൽ 70% ശരിയായാലും 30% അബദ്ധമായിരിക്കും. എന്നാൽ ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ, ഖുർആനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ഏത് ലോകത്തെ കുറിച്ചുള്ള വെളിച്ചമാണെങ്കിലും അത് സമ്പൂർണമായിട്ട് സത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജ്ഞാനഭണ്ഡാരത്തിൽ നിന്ന്, അവന്റെ അറിവിന്റെ സാഗരത്തിൽ നിന്ന് മാനവകുലത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗപ്പെടുത്തിയ മാധ്യമമാണ്, വഴിയാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും എല്ലാ നിലയിലും അറിവുള്ള തമ്പുരാൻ സൃഷ്ടി ലോകത്തേക്ക് സപ്ലൈ ചെയ്തു ഖുർആനിലൂടെ. അല്ലാത്ത ഇൽമൊക്കെ അബദ്ധം നിറഞ്ഞ, അബദ്ധം കലർന്ന ഇൽമാണ്. അബദ്ധത്തിന്റെ കലർപ്പില്ലാത്ത ഇൽമ് അത് ഖുർആനികമായ ജ്ഞാനമാകുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഇൽമിന്റെ സൗന്ദര്യം, അവന്റെ പാണ്ഡിത്യത്തിന്റെ മഹത്വവും ഭംഗിയും
അത് ചിന്തിച്ചാലും പഠിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവന്റെ ഖുദ്റത്തിന്റെ ഭംഗി നോക്കാം. അള്ളാഹുവിന്റെ കരവിരുതിന്റെ, അവന്റെ കലാവൈഭവത്തിന്റെ, അവന്റെ സർഗസിദ്ധികളുടെ ഭംഗിയൊന്ന് നോക്കാം. സൃഷ്ടിലോകത്തേക്കൊന്നു കണ്ണോടിച്ചു നോക്കിയാൽ, ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നതൊക്കെയും റബ്ബിന്റെ ഖുദ്റത്തിന്റെ ഭംഗിയല്ലേ, സൗന്ദര്യമല്ലേ? അല്ലേ? എല്ലാ സുന്ദരന്മാരെയും സുന്ദരികളെയും സംവിധാനിച്ചത്, അവർക്ക് രൂപകൽപ്പന നടത്തിയതും പടച്ചതും റബ്ബല്ലേ? നിന്റെ പ്രാണപ്രേയസിയുടെ സുന്ദരവദനവും വടിവത്ത ശരീരവും നിർമ്മിച്ചത്, പടച്ചത് അവനല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യത്തിൽ നിന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ടതെന്താണെന്നറിയോ? ജമാലുല്ലാഹ്, അല്ലാഹുവിന്റെ ഭംഗിയാണ്. ഓമന പുത്രന്റെ മുഖത്ത് നോക്കിയപ്പോ വന്യവയോധികരായ ആ പിതാവ് കണ്ടത്. മറ്റുള്ള നാട്ടുകാർ, മിസ്രിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ, ഓ യൂസുഫിന്റെ സൗന്ദര്യം, യൂസുഫിന്റെ അഴകെന്ന് പറഞ്ഞപ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ടത്, പൊന്നുമോന്റെ മുഖത്ത് നിന്നു കണ്ടത് ജമാൽ അല്ലാഹ്, അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ ആയിരുന്നു. അതായിരുന്നു ആ മോനോട് പ്രത്യേകം താല്പര്യം തോന്നിയത്. അല്ലാതെ അവന്റെ ഗ്ലാമർ കണ്ടിട്ട് അങ്ങ് ആകർഷിച്ചു പോയതല്ല. പടച്ചോന്റെ സൗന്ദര്യം അവന്റെ മുഖക്കണ്ണാടിയിൽ നിന്ന് ആ പിതാവ് വായിച്ചു, കണ്ടു. എല്ലാ സുന്ദരന്മാരും സുന്ദരികളും അവർക്ക് രൂപം കൊടുത്തത്, സൗന്ദര്യം കൊടുത്തത്, ആ സൗന്ദര്യം നിലനിർത്തുന്നത് അവൻ മാത്രമല്ലേ? എനിക്ക് ഓർമ്മ വരുന്നത് പുരാണങ്ങളിലെ ഒരു കഥയാണ്. ഭാരതീയ ദർശനങ്ങൾ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രങ്ങളാണത്. ഒരു സന്യാസി കേട്ടു, ഒരു രാജ്യത്തുള്ള പ്രസിദ്ധയായ വേശ്യയെക്കുറിച്ച് കേട്ടു. ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സന്യാസി കേട്ടു. എന്താ അദ്ദേഹം കേട്ടത്? അതീവ സുന്ദരിയായ ആ വേശ്യയെ പ്രാപിക്കാൻ വരുന്നത് സാധാരണക്കാരല്ല, രാജാക്കന്മാരും മന്ത്രിമാരും VVIPകളുമാണ് അവളെ പ്രാപിക്കാൻ എത്തുന്നത്. എന്തുകൊണ്ട്? അവൾക്ക് പകരം കൊടുക്കേണ്ട തുക, പാരിതോഷികം അത്ര വലുതാണ്. സാധാരണക്കാർക്ക് കൂട്ടിയാ കൂടൂല, താങ്ങൂല. ഇങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ച്, വേശ്യയെ കുറിച്ച് സന്യാസി കേട്ടപ്പോ അവളെയൊന്നു കാണാൻ തീരുമാനിച്ചു സന്യാസി. ഈശ്വരനെ കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആ സന്യാസി ആ വേശ്യയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവളുടെ വീടിന്റെ ചാരത്തെത്തിയപ്പോ സന്യാസി കണ്ടത്, കൊട്ടാര സമാനമായ അവളുടെ ഭവനത്തിന്റെ മുൻഭാഗത്തൊരു കുടമണിയുണ്ട്. ആളുകൾ പരിചയപ്പെടുത്തി കൊടുത്തു, സന്യാസിക്ക് പറഞ്ഞു കൊടുത്തു, ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾ അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച്, പദവിക്കനുസരിച്ച് ഈ കുടമണിയിൽ നീട്ടിമുട്ടണം. രാജാവ് വന്നാൽ കുറെ നേരം മുട്ടണം, മന്ത്രി വന്നാൽ അത്ര നേരം മുട്ടേണ്ടതില്ല. സ്ഥാനത്തിനനുസരിച്ച് കുടമണിയിൽ മുട്ടിയാൽ അവൾ അണിഞ്ഞൊരുങ്ങി നൃത്തം ചവിട്ടി സ്വീകരിക്കാനെത്തും. ആളുടെ റേഞ്ചിനനുസരിച്ച് അവൾ അണിഞ്ഞൊരുങ്ങും. ഇത് കേട്ടപ്പോൾ അവളുടെ ഭവനത്തിന്റെ മുൻഭാഗത്ത് തൂക്കിയിട്ടിരുന്ന കുടമണി സന്യാസി ദീർഘനേരം നീട്ടിയടിച്ചു. വൈകാതെ അവൾ സുന്ദരിയായി, അവളുടെ അഴകെല്ലാം പൂർണ്ണമായി പരസ്യപ്പെടുത്തി, പ്രത്യക്ഷപ്പെടുത്തി. അവൾ നൃത്തം ചവിട്ടി വന്ന് സന്യാസിയുടെ കൈ പിടിച്ച് അവളുടെ വീടിന്റെ രഹസ്യ അറയിലേക്ക് സന്യാസിയെ കൂട്ടിക്കൊണ്ടുപോയി. ഈ വേശ്യയായ പെണ്ണ് അവിടെ എത്തിയിട്ട് ഈ പെണ്ണിന്റെ മുഖത്ത് അന്താളിച്ച് ഇമവെട്ടാതെ സന്യാസി നിന്നങ്ങനെ നോക്കുകയാണ്. അവളെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്, ഇമ വെട്ടുന്നില്ല. അത്ഭുത പരതന്ത്രനായി ഈ സന്യാസി അവളെ മുഖത്തേക്ക് അങ്ങനെ നോക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചലനങ്ങളൊന്നും കാണാതിരുന്നപ്പോ അവൾ പറഞ്ഞു, നിങ്ങൾ ആവശ്യം നിറവേറ്റി, എനിക്ക് തരാനുള്ള തുകയും തന്ന് പെട്ടെന്ന് തിരിച്ചു പോകണം, എനിക്ക് ഇന്ന് വേറെയും ചില ആളുകളെ സ്വീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴും സന്യാസി അത്ഭുതത്തോടെ അവളെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെയും അവൾ തിരിഞ്ഞു പോകാൻ ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് നടത്തി നിങ്ങൾ തിരിച്ചു പോകണം, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോ സന്യാസി ആ വേശ്യയായ പെണ്ണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ? അതിൽ പാഠമുണ്ട്.
ഇത് ബുഖാരിയിലുള്ള ചരിത്രമൊന്നും അല്ലെങ്കിലും ഈ ചരിത്രത്തിന്റെ മെസ്സേജ് 100% പെർഫെക്റ്റ് ആണ്. ചരിത്രം വളരെ നല്ല ഗുണപാഠം തരുന്ന ചരിത്രം. എന്താണ് ഈ വേശ്യയുടെ മുഖത്ത് നോക്കി സന്യാസി പറഞ്ഞത്? മോളെ, നിന്റെ സൗന്ദര്യമാകുന്ന വിളക്കിൽ, നിന്റെ ആകാര ഭംഗിയാകുന്ന അഗ്നിയിൽ എത്രയെത്ര ഉന്നതന്മാർ, എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര വലിയ ആളുകൾ നീയാകുന്ന വിളക്കിലേക്ക് പറന്നു വന്നുകൊണ്ട് നീയാകുന്ന വിളക്കിൽ എരിഞ്ഞ് ഭസ്മമായി നശിച്ചു വീണു. നിന്റെ സൗന്ദര്യമാകുന്ന അഗ്നിയിൽ എത്രയെത്ര ആളുകളാണ് ഈ ആമ്പാറ്റകളെ പോലെ കരിഞ്ഞു വീണത്, ചിറകൊടിഞ്ഞു വീണത്. ഞാൻ ഓർക്കുന്നത്, നിനക്കിത്ര സൗന്ദര്യം തന്ന ഞാൻ കാണുന്നത്, നിന്റെ മുഖത്തേക്കും ശരീരത്തിലേക്കും നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നിനക്കിത്ര സൗന്ദര്യം തന്ന ഭഗവാന്റെ സൗന്ദര്യമാണ്. നിന്റെ ഈ സൗന്ദര്യം കാണുമ്പോൾ ഞാൻ കാണുന്നത് ഭഗവാന്റെ സൗന്ദര്യമാണ്. അതെ, ഇത് മുത്തഖി ഈ നിലവാരത്തിലെത്തണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അധ്വാനം പലതരത്തിലാണ്. ബാഹ്യമായി നാം നമസ്കരിക്കുന്നുണ്ടെങ്കിലും, ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും, സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും, നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിലും, മറ്റു സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, ആന്തരികമായി റബ്ബിലേക്കുള്ള പുരോഗതിക്ക് വിവിധ തലങ്ങളുണ്ട്. അസ്സൈറു ഇലല്ലാഹ് അത് പ്രഥമ ഘട്ടമാണ്. 2 അസ്സൈറു ഫില്ല അത് 2ാം ഘട്ടമാണ്. 3 അസ്സൈറു ബില്ല അത് 3ാം ഘട്ടമാണ്. എന്താണ് ഈ പറഞ്ഞത്? അസ്സൈറു ഇലല്ലാഹ് അല്ലാഹുവിലേക്കുള്ള മാനസിക സഞ്ചാരം. ഈ മാനസിക സഞ്ചാരത്തിനുള്ള ട്രെയിനിങ് ആണ് മുത്തുനബി മക്കയിലെ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ പോയി ഇരുന്നിട്ട് ചെയ്തത്. അസ്സൈറു ഇലല്ലക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനാണ് ചെയ്തത്. അള്ളാഹുവിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നബി തങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് നടത്തിയത്. അസ്സൈറു ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ച അള്ളാഹുവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അസ്സൈറു ഫില്ല അള്ളാഹുവിന്റെ ലോകത്തുള്ള ജീവിതമായിരിക്കും. ഉന്നതരായ നബിമാർ, ഔലിയാക്കൾ അള്ളാഹുവിലുള്ള ജീവിതത്തിൽ മതിമറന്ന് നിൽക്കൂല. അസ്സൈറു ബില്ല അള്ളാഹുവിനോട് കൂടെ തന്നെ അവർ സൃഷ്ടി ലോകത്തേക്ക് വരും. നബി തങ്ങൾ അങ്ങനെയുള്ള ഉണ്ടായത് അല്ലേ? ഇലാഹിയായ ലോകത്ത്, അള്ളാന്റെ ലോകത്ത് അള്ളാന്റെ പൊരുത്തം നോക്കി നിൽക്കുന്ന നബി സൃഷ്ടി ലോകത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് തമാശ പറഞ്ഞ് അവരുടെ കൂടെ നടന്ന് ജീവിച്ചു. ചില ആളുകൾ മസ്താന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, എന്ന് വെച്ചാൽ ജദ്ബിന്റെ ഹാലുള്ള ഔലിയാക്കൾ നമ്മുടെ കിതാബിലൊക്കെ ഉണ്ട്. അൽ ഉഖലാ ഉൽ മജാനീൻ എന്ന കിതാബ് തന്നെയുണ്ട്. എന്ത് ബുദ്ധിമാന്മാരായ ഭ്രാന്തന്മാർ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. ഇതെന്താണ് പറയുന്നത്? ഇവര് അസ്സൈറു ഫില്ലയിൽ അള്ളാഹുവിനോടുള്ള ഇഷ്കിൽ അവര് ദുന്യാവിലെ ജീവിതം മറന്ന ഗ്രൂപ്പാ. അത് നിലവാരമുള്ള റേഞ്ചല്ല. നിലവാരമുള്ള റേഞ്ച് നബിയുടെ റേഞ്ചാ. അതെന്താ? അവിടെ മതിമറന്ന അള്ളാഹിനോടുള്ള ഇഷ്കിലും പ്രേമത്തിലും അവിടെ എങ്ങനെ ഇരിക്കല്ലോ വേണ്ടത്, സൃഷ്ടിലോകത്തേക്ക് വരണം. തന്നാൽ കരേറേണ്ടവരെത്രയോ പേർ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ ഞാൻ മാത്രം എങ്ങനെ ബ്രഹ്മപദം കൊതിക്കും? എന്നെ കൊണ്ട് രക്ഷപ്പെടണമല്ലോ പലരും, എന്നെ കൊണ്ട് ആ സൃഷ്ടാവിലേക്ക് പോകണമല്ലോ പലരും. അതുകൊണ്ട് ഞാൻ മാത്രം സൃഷ്ടാവിനെ സ്നേഹിച്ച് നിലകൊണ്ടാ പോരല്ലോ, ഞാൻ പോയ വഴിക്ക് അവരെ കൊണ്ടുവരണമല്ലോ. അവരെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഈ ഉള്ള അവസ്ഥയോടെ അവരുള്ള ലോകത്തേക്ക്, ആലമുൻ നാസൂത്തിലേക്ക്, മനുഷ്യലോകത്തേക്ക് ഇറങ്ങിപ്പോകണമല്ലോ. അസ്സൈറു ഇലല്ലാഹ് ഇതിൽ കഴിഞ്ഞുകൂടുന്ന, ഇതിൽ നിലകൊള്ളുന്ന മുത്തഖി എന്തു കണ്ടാലും ഏതു കണ്ടാലും, അത് വേശ്യയുടെ മുഖം കണ്ടാലും അവൻ ആലോചിക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഉടമസ്ഥനെ തന്നെയായിരിക്കും. എന്ത് കണ്ടാലും ഏത് കണ്ടാലും അവന്റെ മനസ്സെങ്ങോട്ടാ പോവാ? അള്ളാഹുവിലേക്ക്. കാരണം അവൻ എവിടെയുള്ളത്? അസ്സൈറു ഇലല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് റബ്ബിനെ പോലെ ഒരു സുന്ദരനില്ല, റബ്ബിനെ പോലെ ഒരു കഴിവുള്ളവനില്ല, റബ്ബിനെ പോലെ ഒരു പണ്ഡിതനില്ല, റബ്ബിനെ പോലെ ഒരു പരോപകാരിയില്ല, റബ്ബിനെ പോലെ ആരുമില്ല, ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ശൈഅ്. അള്ളാന്റെ സൗന്ദര്യം അള്ളാഹ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ സൗന്ദര്യത്തിലേക്ക് മാനവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് അള്ളാന്റെ ഭംഗി കാണണ്ടേ?
അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ വ്യാപ്തിയും മഹത്വവും സൗന്ദര്യവും കാണണമെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ മനുഷ്യരുടെ ബുദ്ധിയുള്ള മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. എങ്ങോട്ട്? അള്ളാഹിന്റെ ഭംഗിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അല്ലേ? ആകാശലോകത്തിന്റെ വിസ്മയ കാഴ്ചകൾ അവന്റെ കലാവൈഭവമാണ് വിളിച്ചോതുന്നത്. എന്തൊരു ശില്പചാതുരിയാണതിന്! രാത്രി സമയങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലത്തൊന്നും മലർന്ന് കിടന്ന് മുകളിലേക്ക് നോക്കൂ. മിന്നിത്തിളങ്ങുന്ന എണ്ണിക്കണക്കാക്കാനാകാത്ത താരകങ്ങളെത്രേ, മിന്നിത്തിളങ്ങാതെ പ്രഭ ചൊരിയുന്ന ഗോളങ്ങളെത്രേ, ഗ്രഹങ്ങളെത്രേ അല്ലേ? ഇത് നോക്കാൻ അല്ലാഹു പറയുന്നുണ്ട്. എങ്ങോട്ട് നോക്കാന്? മുകളിലേക്ക് നോക്കാൻ. എന്താ നോക്കിയിട്ട് കാണുക? അള്ളാന്റെ ഭംഗി കാണാം അവിടെ. അഫലം യൻളുറൂ ഇലസ്സമാഇ ഫൗഖഹും അഫലം യൻളുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ. സൗന്ദര്യത്തിന്റെ കാര്യമാണ് അല്ലാഹു അവിടെ പറയുന്നത്. സൂറത്ത് ഖാഫിന്റെ 6-ാമത്തെ ആയത്തിൽ ഇതാണ് അല്ലാഹു പറയുന്നത്. അഫലം യൻളുറൂ ഇലസ്സമാഇ ഫൗഖഹും. എന്തേ നിങ്ങൾ നോക്കാത്തത്? ആകാശത്തിലേക്ക്, നിങ്ങളുടെ ഉപരിഭാഗത്തേക്ക്, നിങ്ങളുടെ മുകൾ ഭാഗത്തേക്ക് എന്തേ നിങ്ങൾ നോക്കാത്തത്? നോക്കണം. കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് അവിടെ പണിതിരിക്കുന്നത് ആ ആകാശലോകം? എങ്ങനെയാണ് അതവിടെ സംവിധാനിച്ചിട്ടുള്ളത്? വസയ്യനാഹാ, ആകാശലോകത്തെ എങ്ങനെയാണ് നാം ഭംഗിയാക്കിയിരിക്കുന്നത്, മൊഞ്ചാക്കിയിരിക്കുന്നത്, സുന്ദരമാക്കിയിരിക്കുന്നത്? എന്താ നോക്കാത്തത്? എങ്ങനെ ആകാശലോകത്തെ നാം സുന്ദരമാക്കി വെച്ചിരിക്കുന്നത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? പരിശുദ്ധ ഖുർആൻ 5ഓളം ഭാഗങ്ങളിൽ ആകാശലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജാ വസയ്യനാഹാ ലിന്നാളിരീൻ. ആകാശലോകത്ത് സുശക്തമായ കോട്ടകൾ അല്ലെങ്കിൽ ഭദ്രമായ ഭ്രമണപഥങ്ങൾ നാം ഉണ്ടാക്കി. ആകാശലോകത്ത് ഭ്രമണപഥങ്ങളെ നാം ഉണ്ടാക്കി. നോക്കുന്നവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച സമ്മാനിക്കും വിധം ആ ലോകത്തെ നാം അലങ്കൃതമാക്കി. തീർന്നില്ല. ഇന്നാ സയ്യന്ന السماء الدنيا بزينة الكواكب. എന്ത് സുന്ദരമായ വരികൾ! ഈ വരികൾക്ക് അമൃതവാണിയിൽ രാഘവൻ നായർ കാവ്യ രൂപത്തിൽ ഈ ആയത്തുകൾക്ക് അർത്ഥം കൊടുത്തത് ഞാൻ വായിച്ചു നോക്കി. നല്ല രസമുണ്ട്. അമ്പരം കാണുന്നതില്ലയോ പാപികൾ, അഫലം യൻളുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ എന്നതിന് കാവ്യ വിവർത്തനം കൊടുത്തിരിക്കുന്നു. അമ്പരം കാണുന്നതില്ലയോ പാപികൾ, ശില്പവൈദഗ്ധ്യം നിരീക്ഷിപ്പതില്ലയോ, വൈചിത്രമേറുന്നൊരാകാശമണ്ഡലം സൃഷ്ടിച്ചലങ്കരിച്ചിടുന്നു കാണുവീൻ. അമ്പരം കാണുന്നതില്ലയോ പാപികൾ. അള്ളാനോട് തെമ്മാടിത്തരം ചെയ്ത് അള്ളാഹ്ക്കിഷ്ടല്ലാത്ത പ്രവർത്തനം നടത്തി ജീവിക്കുന്ന മനുഷ്യന് നന്നാകണമെങ്കിൽ വഴല് കേൾക്കേണ്ട കാര്യമില്ല ഖുർആൻ. പിന്നെന്ത് മതി? പാപികൾക്ക് നന്നാകാൻ ഒരു കാര്യം ചെയ്താൽ മതി. ആരുമില്ലാത്ത നേരത്ത് രാത്രിയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് മേൽപോട്ട് കുറേ നേരം അങ്ങോട്ട് നോക്കി ചിന്തിച്ചാൽ മതി. നന്നാകാൻ അത് മതി. അമ്പരം കാണുന്നതില്ലയോ പാപികൾ, ശില്പവൈദഗ്ധ്യം നിരീക്ഷിപ്പതില്ലയോ, അവിടത്തെ അലങ്കാരങ്ങളും അവിടത്തെ ശില്പചാതുരികളും വീക്ഷിക്കുന്നില്ലേ? വൈചിത്രമേറുന്നൊരാകാശമണ്ഡലം സൃഷ്ടിച്ചലങ്കരിച്ചിടുന്നു കാണുവീൻ. നക്ഷത്രജാലങ്ങൾ കൊണ്ടു നാം അമ്പരം
നക്ഷത്രജാലങ്ങൾ കൊണ്ടു നാം അമ്പരം കണ്ണുകൾക്കാനന്ദമേകുന്നതില്ലയോ. ഒരാൾക്ക്, ഒരു പാപിക്ക് നന്നാകാൻ അത് മതി, അവന്റെ ബുദ്ധി ഉപയോഗിക്കണം. വെറും നോട്ടം മാത്രം പോരാ, വെറും നോട്ടം മാത്രം പോരാ. അങ്ങോട്ട് നോക്കിയിട്ട് ആലോചിച്ചാൽ പാപിക്ക് പശ്ചാത്തപിക്കാൻ അത് തന്നെ ധാരാളം, അത് തന്നെ എമ്പാടും മതി എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവനല്ലാത്തവർക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര അറിവുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും അതൊന്നും നിലനിർത്താൻ അവർക്കാവൂല. ഏതു സുന്ദരിയുടെ സൗന്ദര്യവും ചോർന്നു പോകുന്നത് നമുക്ക് ലൈവായി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തിന് ദുന്യാവിലെ മനുഷ്യന് എത്ര കഴിവുണ്ടെങ്കിലും ശരി, വഹുവ മഅദാലിക ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ ലറൻ വലാ നഫ്ആ. കേമനാണ് അയാൾ, കോടീശ്വരനാണ് അയാൾ, ബോഡി ഫിറ്റാണ് അയാളുടേത്, ഇഷ്ടം പോലെ പണവും സ്വാധീനവും ആൾബലവും ഉണ്ട് അയാൾക്ക്. എന്തുണ്ടായിട്ടെന്താ? വഹുവ മഅദാലിക ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാത. ആ മനുഷ്യന്റെ ജീവിത മരണത്തിൽ ഒരു പങ്കും ആ മനുഷ്യനില്ലല്ലോ. ഞാൻ ഇത്ര ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇപ്പൊ മരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? വലാ ലറൻ വലാ നഫ്ആ. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഒരു നേട്ടവും ഒരു കോട്ടവും ആ മനുഷ്യന് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തിന്? ബല്ലാ യഖ്ദിറു അലാ ഹിഫ്ളി ഐനിഹി മിനൽ അമാ വലിസാനിഹി മിനൽ ഖറസി വബദനിഹി മിനൽ മറളി. എന്തിന്? കോടീശ്വരനായിട്ടെന്താ? അവന്റെ കൺകാഴ്ച നിലനിർത്താൻ കുറച്ച് കഴിയുമ്പോഴേക്ക് കണ്ണട വെക്കണം, പിന്നെ ഷുഗർ അടിച്ചു ചിലപ്പോൾ ഉള്ളതും പറ്റപ്പോവും. അവന്റെ കൺകാഴ്ച നിലനിർത്താൻ, അവന്റെ നാവിന്റെ സ്വാധീനം നിലനിർത്താൻ, അവന്റെ ശരീരത്തെ ഫിറ്റഡായി ഒരു രോഗവുമില്ലാത്ത നിലയിൽ നിലനിർത്താൻ അവനാകുമോ? ഇല്ല. ഫകുല്ലു മഖ്ലൂഖിൻ ഫലാ യഖ്ലൂ അൻ നഖ്സിൻ. ഏത് മനുഷ്യനായാലും ഏത് പടപ്പാണെങ്കിലും ആ പടപ്പിന്, ആ മനുഷ്യന് ന്യൂനതയുണ്ടാകും, വൈകല്യമുണ്ടാവും, കുറവുണ്ടാവും. ഒരു ഭാഗത്ത് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും മറുഭാഗത്ത് കുറവുണ്ടാകും. ഫൽ കമാലു ലില്ലാഹി വഹദ. പൂർണ്ണത, സമ്പൂർണത അല്ലാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് സൗന്ദര്യം കണ്ടിട്ട് സ്നേഹിക്കുന്നവരെ നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കൂ. കഴിവ് കണ്ടിട്ട് സ്നേഹിക്കുന്ന വർഗമേ നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കൂ. അറിവ് കണ്ടിട്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിനെ സ്നേഹിക്കൂ. ഇസ്ലാം ആവശ്യപ്പെടുന്നു, ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നു. 4 കാരണങ്ങൾ പറഞ്ഞു. 5ാമത്തെ കാരണം വ അമ്മ സബബുൽ ഖാമിസു ലിൽ ഹുബ്ബി ഫഹുവൽ മുനാസബത്തു വൽ മുശാക്കലത്തു. 5ാമത്തെ കാരണം യോജിപ്പാണ്, ഇണക്കമാണ്, പരസ്പര യോജിപ്പാണ്, പരസ്പര സാദൃശ്യമാണ്. വലിദാലിക തറസ്സബിയ യഅലിഫു സബിയ വൽ കബീറ യഅലിഫുൽ കബീറ വൽ ആലിമു ബിൽ ആലിമി വത്തുജാറു ബിത്തുജാരി. ചെറിയ കുട്ടികൾക്ക് ആരോടാ ഇണക്കും സ്നേഹം ഉണ്ടാവുക? ചെറിയ കുട്ടികളോട്. വലിയ ആളുകൾക്ക് വലിയവരോടാണ് ഇണക്കുണ്ടാവുക. അതെന്താ? അവരുടെ ഘടനയിലുള്ള സാദൃശ്യവും യോജിപ്പുമാണത്. കുട്ടികൾ വലിയോലൊപ്പം കളിക്കാൻ വരും. ഇനിയിപ്പോൾ വലിയോല കയ്യിൽ എന്തുണ്ടെങ്കിലും കുട്ടികൾ കുട്ടികളുടെ കൂട്ടത്തിലേക്ക് പോകും. വലിയ ആള് കുട്ടികളുടെ കൂടെ കൂടും. വാപ്പച്ചി ഒന്ന് ചിരട്ടപ്പുട്ട് കളിക്കാൻ വാന്ന് പറഞ്ഞാൽ തന്നെ കുടുങ്ങിയിട്ട് നമ്മളൊന്ന് പോയി കൊടുക്കും. എന്നല്ലാതെ നമുക്കത് താല്പര്യമില്ലല്ലോ. അതെന്താ? മാനസികമായി അടുപ്പല്ല, യോജിപ്പില്ല. അതുപോലെ തന്നെ പണ്ഡിതനോടായിരിക്കും പണ്ഡിതൻ അടുപ്പുണ്ടാകുക. കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും കഥ പറഞ്ഞിരിക്കാനും. കാരണം 2 പേരുടെ സംസാരം ഫിറ്റാകുക അല്ലെ? ഒരു ബിസിനസ്സുകാരൻ മറ്റൊരു ബിസിനസ്സുകാരനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇണക്കുണ്ടാകും അല്ലെ? ഇങ്ങനെയുള്ള യോജിപ്പിന്റെ സ്നേഹം, മുനാസബത്തിന്റെ, മുശാക്കലത്തിന്റെ സ്നേഹം. ചിലപ്പോൾ ഒരു കാരണവും കാണൂല ബാഹ്യമായിട്ട്. എനിക്ക് അവനെ ഇഷ്ടം. എന്തേ ഇഷ്ടമുണ്ടാകാൻ കാരണം? അവന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? അവൻ അങ്ങനെ സൗന്ദര്യമൊന്നുമില്ല. അവൻ വല്ല ഹെൽപ്പും ചെയ്തിട്ടാണോ നീ അവനെ സ്നേഹിച്ചത്? ഒരു ഹെൽപ്പും എനിക്ക് കിട്ടിയിട്ടില്ല. അവന്റെ പാണ്ഡിത്യമോ കഴിവോ എന്തെങ്കിലും കണ്ടിട്ടാണോ? അവൻ അങ്ങനെ പണ്ഡിതനോ അല്ല, കഴിവുള്ള ആളും അല്ല. പിന്നെന്തേ നീ സ്നേഹിക്കുന്നത് അവനെ? എനിക്കറിയാൻ പാടില്ല, എനിക്ക് അവനെ ഇഷ്ടാ. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു ഓണങ്കേറ മൂലയിൽ ജനിച്ചു വളർന്ന് പഠിച്ചു വന്ന ഈ വിനീതൻ
ഇവിടെ ഈ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വന്നിട്ട് പലരും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്താ കാരണം? മൊയ്ലിയർക്ക് ന്യായമായ കൈമടക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇല്ല, ഒന്നും തന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ അതിന് കാരണം? എനിക്ക് കാരണം അറിയില്ല. പക്ഷേ അവിടെ ഒരു ആന്തരികമായ കാരണമുണ്ട്. എന്താ കാരണം? ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം. അൽ അർവാഹു ജുനൂദും മുജന്നദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിച്ചു, അൽ അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട സൈന്യങ്ങളായിരുന്നു ആലമുൽ അർവാഹിൽ. എന്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും മരിച്ചുപോയ കാരണവന്മാരുടെയും വരാനിരിക്കുന്ന മെമ്പർമാരുടെയും ഒക്കെ ആത്മാക്കൾ ആലമുൽ അർവാഹ് എന്ന ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിരുന്നു. അവിടെ ദുന്യാവിലെ പോലെ 70 100 വയസ്സൊന്നല്ല കഴിഞ്ഞത്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭവം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. എന്താ പറഞ്ഞത്? وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ. ആദം സന്തതികളെ മുഴുവനായിക്കൊണ്ട് അള്ളാഹു പുറപ്പെടുവിച്ചു. ഈ ആയത്തിന്റെ വിശദീകരണം ഹദീസിൽ കാണാം. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുക് അള്ളാഹു തടവിക്കൊണ്ട് മാനവരെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. അവരെ തന്നെ അവരുടെ കാര്യത്തിൽ അള്ളാഹു സാക്ഷി നിർത്തി. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ ഉടമയെന്ന് ആ ലോകത്ത് വെച്ച് സകലരോടും അല്ലാഹു ചോദിച്ചു. ഖാലു, ഞാനും നിങ്ങളും എല്ലാ നിരീശ്വരവാദികളും അവിടെ വെച്ച് ഉറക്കെ പറഞ്ഞു, ബലാ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഷഹീദിന, ഞങ്ങൾ ഇവിടെ വെച്ച് പ്രതിജ്ഞ ചൊല്ലിയതിൽ ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നവർ പറഞ്ഞു. അല്ലാഹു പറയാണ്, ഈ ഒരു സംഗതി ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്, ഒരു കരാർ ഇവിടെ ചെയ്യിപ്പിച്ചത് എന്തിനാ? അന്തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. പടച്ചോനെ, ഇങ്ങനൊരു സാധനം ഞങ്ങൾക്ക് ദുന്യാവുന്നെന്ന് നിന്നെ കാണാൻ കിട്ടിയിട്ടില്ല, കേൾക്കാനും കിട്ടിയിട്ടില്ല. ഇപ്പൊ മരിച്ചു വന്നിട്ടതാ നിന്നെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ അന്ത്യനാളിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രതിജ്ഞ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നിരീശ്വരവാദി ചോദിക്കും, ഇത് ഞങ്ങൾക്ക് ഓർമ്മല്ലല്ലോ. ഓർമ്മല്ലാതെ മറന്നു കളഞ്ഞിട്ട് പിന്നെ ഇതുകൊണ്ട് ശിക്ഷിക്കുന്നത് എന്തർത്ഥത്തിലാ? ഓർമ്മല്ലാത്ത കാര്യം ഓർമ്മപ്പെടുത്താനാ 100,000-ൽ പരം നബിമാരെ വിട്ടത്. ആ നബിമാരെ കാലം കഴിഞ്ഞപ്പോൾ ഔലിയാക്കളെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മപ്പെടുത്താനാ. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. നബിയെ അങ്ങ് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഇന്നമാ അന്ത മുദക്കിർ, ഓർമ്മപ്പെടുത്താനാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. എന്താ ഓർമ്മപ്പെടുത്തൽ? ഏത് കാര്യ? മുമ്പ് പഠിച്ചു മറന്നത്, മുമ്പ് അറിഞ്ഞു മറന്നതാണ് ഓർമ്മപ്പെടുത്തുക, അല്ലാത്തത് പഠിപ്പിക്കലാണ്. അപ്പൊ ഓർമ്മയില്ല. ആലമുൽ അർവാഹിൽ ആയിരക്കണക്കിന് വർഷം ഞാനും നിങ്ങളും ജീവിച്ചപ്പോ ആ ജീവിതത്തിൽ അവിടെ പല സംഗതിയുണ്ട്. അവിടെ തീറ്റും കൂടിയൊന്നുമില്ല. കാരണം ആത്മാവിന് എന്ത് വേണ്ട? ഫുഡ് വേണ്ട, വെള്ളം വേണ്ട. എന്നാൽ അവിടെ വേറെ ചില സംഗതിയൊക്കെ നടന്നിട്ടുണ്ട്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. ആലമുൽ അർവാഹിൽ പല ആത്മാക്കളും കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, സ്നേഹബന്ധത്തോടെ കഴിഞ്ഞു. അവിടെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞവർ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ, അവർ ഭൂമിയിൽ പിറന്നു വന്നാലും അങ്ങോട്ട് ബന്ധപ്പെടും, പരിചയപ്പെടും, സ്നേഹിക്കും. വമാ തനാകറ മിൻഹാ, അവിടെ അപരിചിതരായവർ ഇഖ്തലഫ, ഇവിടെ ഭിന്നിക്കും, പരിചയപ്പെടുകയില്ല. അപ്പൊ ഇങ്ങനൊരു ആന്തരികമായ ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, യോജിപ്പിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്നു, ആന്തരികമായ ഈ ആത്മാക്കളുടെ ബന്ധം കൊണ്ട് സ്നേഹിക്കുന്നു. ഇക്കാരണങ്ങളാലും അള്ളാനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എന്തുകൊണ്ട്? എന്റെയും നിങ്ങളുടെയും ഈ വോൾട്ടേജ്, ഈ ഊർജം അല്ലാഹുവിന്റെ റൂഹാകുന്നു. അല്ലാഹുവിന്റെ റൂഹാണ് നമ്മെ ചലിപ്പിക്കുന്നത്, നമ്മെ ചിന്തിപ്പിക്കുന്നത്, നമുക്ക് കേൾവിയും കാഴ്ചയും തന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റൂഹാണ്.
അള്ളാഹുവിന്റെ റൂഹ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് അള്ളാഹു പറഞ്ഞ ആ സന്ദർഭം നബിയെ അങ്ങയുടെ ജനതക്കൊന്നു പറഞ്ഞു കൊടുക്കുക. അള്ളാഹു മലക്കുകളോട് പറഞ്ഞ ആ നേരത്തുണ്ടായ സംഭവങ്ങൾ അങ്ങ് സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്ത്? ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ, മനുഷ്യവർഗത്തെ ഞാൻ കളിമണ്ണ് കൊണ്ട് പടക്കാൻ പോകുന്നു മലക്കുകളെ. ആദം അലൈഹിസ്സലാമിനെ മനുഷ്യവർഗത്തെ പടക്കാൻ അല്ലാഹ് ഒരുങ്ങിയപ്പോൾ അല്ലാഹ് മലക്കുകളെ വിളിച്ച് പറഞ്ഞു, ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ ബശറിനെ പടക്കാൻ പോവാണ്, മനുഷ്യനെ. അങ്ങനെ ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയാൽ, കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി കഴിഞ്ഞാൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ റൂഹിൽ നിന്ന് ഞാൻ ആ സ്ഥൂല ജഡത്തിലേക്ക് ഞാൻ ഊതിക്കഴിഞ്ഞാൽ, ഫഖഉ ലഹു സാജിദീൻ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സൃഷ്ടിയുടെ മുന്നിൽ സുജൂദിൽ വീഴണം. ഇവിടെ ഇബ്ലീസിന് വലിയൊരു തെറ്റുപറ്റി. ഇബ്ലീസ് മനസ്സിലാക്കി ആദമിനെ പഠിച്ചത് കളിമണ്ണുകൊണ്ടാണ്. തെറ്റാണത്. കളിമണ്ണുകൊണ്ടല്ലോ. അവനെ ന്യായം പറഞ്ഞു കൊടുത്തും തെറ്റിപ്പോയി. കാരണം സുജൂദ് ചെയ്യാൻ അല്ലാഹ് പറഞ്ഞത് എന്തിനോടാ? എന്തിനു സുജൂദ് ചെയ്യാനാ? ഈ രൂപത്തിന് സുജൂദ് ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെയോ നമ്മുടെ ഈ ശരീരം, ഈ സ്ഥൂല ശരീരത്തിന്റെ അന്തർഭാഗത്ത് നിലകൊള്ളുന്ന ആത്മാവ് റബ്ബിന്റെ ചൈതന്യമാണ്. അല്ലാഹു ആദമിന് രൂപമുണ്ടാക്കിയിട്ട് വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ആദമിലേക്ക് ഞാൻ ഊതുമ്പോ ഉടനെ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. വാസ്തവത്തിൽ ആ സുജൂദ് അള്ളാഹുവിനുള്ള സുജൂദാണ്. കാരണം ആ ചൈതന്യം ഞാൻ ആ രൂപത്തിൽ ഊതിയാൽ ഫഖഉ, അപ്പ വീഴണം എന്നാ പറയുന്നത്. അതിന്റെ മുമ്പ് വീഴാൻ പാടില്ല. മണ്ണിന് എങ്ങനെ സുജൂദ് ചെയ്യാം? അള്ളാന്റെ ചൈതന്യം കണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. അള്ളാന്റെ ചൈതന്യം കണ്ടിട്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. അതാണ് അവിടെ സംഭവിച്ചത്. അല്ല സൃഷ്ടിക്ക് അവിടെ സുജൂദ് നടന്നിട്ടേ ഇല്ല. അബദ്ധ. മുഫസ്സിറുകളൊക്കെ പല അഭിപ്രായം പറയണ്ട. അത് അന്ന് അങ്ങനെ ആദമിന് സുജൂദ്, ഇന്നും സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് ഹറാമാട്ടോ. ഇപ്പൊ ഞാനൊരു വലിയൊരു ഔലിയ പാപ്പാനെ ഞാൻ കണ്ടു. ഈ ഔലിയ പാപ്പയെ ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പാപക്കോർത്തു. ആ മനുഷ്യൻ്റെ സംശുദ്ധമായ ജീവിതം ഞാൻ മനസ്സിലങ്ങോട്ട് കണ്ടു. ഞാൻ കറ കളഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമായൊരു സുജൂദ് ആ വലിയൻ്റെ മുന്നിൽ അങ്ങോട്ട് ചെയ്തു. പടച്ചോനെ, ഈ മനുഷ്യനൊക്കെ ജീവിക്കുന്നത് പോലെ എന്നെയും ജീവിപ്പിക്കണേ, എൻ്റെ പാപം പൊറുക്കണേ എന്നും പറഞ്ഞിട്ട് 100% അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് എൻ്റെ മനസ്സ് നേരിടിച്ച് ഞാൻ ഈ വലിയൻ്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ ഞാൻ മുശിരിക്കാകില്ലെങ്കിലും ആ പ്രവർത്തനം ഹറാമാണ്. അതെന്തുകൊണ്ടാ? സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് വിലക്കപ്പെട്ടു. ഞാൻ മുശിരിക്കാകുന്നില്ലെങ്കിലും മുശിരിക്കാകൂല, പക്ഷെ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ ആ സുജൂദ് ഹറാമാണ്. സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് പാടില്ല. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ ചില ആളുകളൊക്കെ നമസ്കരിക്കാൻ വന്നിട്ട് ആ നടുവിൽ വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് കെട്ടും. അങ്ങനെ പാടില്ല. ശരിക്ക് ഒരു 3 മുഴ അകലത്തിൽ എന്തെങ്കിലും ഒന്ന് വെക്കണം. അത് സുന്നത്തുണ്ട്. അപ്പൊ മുസല്ല അല്ലെങ്കിൽ ഈ പായയുടെ ലൈനാക്കിയാലും മതി. മുസല്ല വിരിക്കുക, ഒരു തൂണ്. അപ്പൊ ചില പള്ളികളിലൊക്കെ തൂണുണ്ടാകും. ആ തൂണിന്റെ അരികിൽ നേരെ മുന്നിൽ പോയി നിസ്കരിക്കുമ്പോൾ ഫുഖഹാവ് പറയുന്നുണ്ട്, തൂണിനോട് ഈ ഇടതോ വലതോ കുറച്ച് തെറ്റി നിൽക്കണം, നേരെ തൂണിന്റെ നേരെ നിൽക്കരുത്. അത് വിഗ്രഹാരാധനയല്ലെങ്കിലും അതിനോടൊരു സമാനത അതിനുള്ളത് കൊണ്ട് തൂണിനോട് നേരിട്ട് നമസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് അല്പം തെറ്റി നിൽക്കണം, നേരെ ഡയറക്റ്റായി നിൽക്കരുത്. അത്ര സൂക്ഷിക്കണം നാം. അപ്പൊ സൃഷ്ടിക്കിവിടെ സുജൂദില്ല. ഫഖഉ ലഹു സാജിദീൻ, ആദമിൽ അനന്തമായി നിലകൊള്ളുന്ന, അരൂപമായി നിലകൊള്ളുന്ന ആ ചൈതന്യം റബ്ബിന്റെ ചൈതന്യമാകുന്നു. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അല്ലാഹു ആദമിനെ പടച്ചത് അല്ലാഹുവിന്റെ രൂപത്തിലാണ്. ഇത് ബുഖാരിയുടെ ഹദീസാണ്. വേറെ ഏതെങ്കിലും മുഹദ്ദിസുകളാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ദഈഫാണ്, ഇത് കള്ളത്തരം എന്ന് പറഞ്ഞ് തള്ളായിരുന്നു. ഇത് പല ആളുകളും കുടുങ്ങിയ ഹദീസുണ്ട്. എല്ലാ ഹദീസും ദഈഫാക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ ഇടയിലുള്ള ഗ്രൂപ്പ് ഈ ഹദീസ് കണ്ടിട്ട് അവരെ പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അല്ലാഹു ആദമിനെ പടച്ചു അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ. ഇത് എന്തിനാ പറയണ്ടേ?
ശിഹാബിന്റെ രൂപം എന്താ? ശിഹാബിന്റെ രൂപം തന്നെ. പെരുമ്പാവൂർ പള്ളിയുടെ രൂപം എന്താ? പെരുമ്പാവൂർ പള്ളിയുടെ രൂപം തന്നെ. ഇതറിയാത്ത ഒരാൾക്ക് ഇത് പറഞ്ഞെടുത്ത തലക്കടി കിട്ടും അല്ലെ? ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അല്ലാഹ് ആദം നബിയെ പടച്ചു ആദമിന്റെ രൂപത്തിൽ തന്നെ. അങ്ങനെയല്ല. എന്നാൽ മുഹദ്ദിസുകൾ ചിലരിൽ ഇങ്ങനൊരു അഭിപ്രായം തഅ്വീൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ നിഷേധിക്കണ്ട. അള്ളാഹുവിന്റെ രൂപത്തിൽ അള്ളാഹു ആദമിനെ പടച്ചു. എന്താ ഈ പറഞ്ഞത്? കയ്യും കാലും തലയൊക്കെ അള്ളാഹ്ക്കുണ്ടെന്നോ? മഅദല്ലാ, ഒരിക്കലും അല്ല. ഖലഖഹു മുത്തസിഫൻ ബിസിഫാത്തിൽ ഇലാഹിയത്തി മിനൽ ഹയാതി വൽ ഇൽമി വൽ ഇറാദതി വസ്സംഇ വൽ ബസരി വൽ കലാം. ആദമിനെ അള്ളാഹു പടച്ചപ്പോ രൂപം വിഷയമല്ല. ആദമിൽ നിക്ഷേപിച്ച റൂഹിൽ ദൈവീകമായ കഴിവുകളിൽ ചിലത് അള്ളാഹു വെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് ചിലത് അള്ളാഹു അങ്ങോട്ട് സമ്മാനിച്ചു. എന്ത്? അപ്പൊ അള്ളാഹ്ക്ക് ശരീക്കുണ്ടായല്ലോ? ഇല്ല, ശരീക്കുണ്ടായിട്ടില്ല. അള്ളാഹ് എപ്പോഴും അൽ മുനസ്സഹു അനിശുറക്ക, ഒരു പങ്കുകാരും ഒരു രൂപസാദൃശ്യമുള്ളവനും അള്ളാഹ്ക്ക് ഇല്ല തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ചിലത് ഈ ആദമിലേക്ക് ഇട്ടുകൊടുത്തു. ഏതൊക്കെയാ? ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്. ഇനിയിപ്പോൾ അതൊക്കെ എത്ര വിശദീകരിച്ചാലും ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ഹദീസ് പറഞ്ഞിട്ട് ആരിഫുകൾക്ക് ഇതിന്റെ യഥാർത്ഥ മഅന തിരിയുള്ളൂ. സാധാരണക്കാർക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹു ആദം നബിയെ പടച്ചപ്പോൾ അള്ളാഹിന്റെ രൂപം കൊടുത്തു എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ആത്മാവെന്ന ചൈതന്യത്തിൽ നിന്ന് അള്ളാഹു ആദമിലേക്ക് നിക്ഷേപിച്ചപ്പോഴാണ് ഈ ഭൂമിയിൽ മനുഷ്യർ അള്ളാഹുവിന്റെ പ്രതിനിധികളായത്. ആ അടിസ്ഥാനത്തിലാണ് സകല മലക്കുകളെ കൊണ്ടും അള്ളാഹു ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചത്. എന്ത്? അള്ളാഹുവിന്റെ ആ റൂഹിന്റെ ചൈതന്യം അത് ആദമിൽ നിലകൊള്ളുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് കുട്ടിയോടുള്ള ബന്ധം, വലിയവന് വലിയവനോടുള്ള ബന്ധം, ബിസിനസ്സുകാരന് അവനെപ്പോലോത്തവരോടുള്ള ബന്ധം, ഈ ബന്ധം കൊണ്ടൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആത്മാവ് കൊണ്ടുള്ള ബന്ധം അള്ളാഹുവിന്റെ റൂഹാണ് നമ്മിലുള്ളത്. ആ റൂഹിന്റെ സൂറത്താണ് നമ്മിൽ നിലകൊള്ളുന്നത്. ഈ നിലയിലും റബ്ബിനെ സ്നേഹിക്കുക എന്നല്ലാതെ ഇത് യഥാവിധി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല. അള്ളാഹ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചപ്പോ ആ അള്ളാന്റെ രൂപമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തതെന്നത് അതിന്റെ യഥാവിധി മനസ്സിലാക്കാൻ ആർക്കാ പറ്റുക? ആരിഫുകൾക്കേ മനസ്സിലാക്കാൻ പറ്റൂ. അത് ഇൽമുൽ മുആമലയിൽ എന്ന് വെച്ചാൽ പറഞ്ഞോ എഴുതിയോ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. ഇൽമുൽ മുകാശഫ കൊണ്ട്, ഇൽമുൽ മുകാശഫ അള്ളാഹ് ലദുന്നിയായിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന്റെ തഖ്വയുടെ വെളിച്ചം കൊണ്ട്, ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അള്ളാഹ് കാണിച്ചു കൊടുത്താൽ മനസ്സിലാകുമെന്നല്ലാതെ ഇത് തിരിയൂല. സാധാരണ ആളുകൾക്ക് തിരിയൂല. എന്താ? ചില ആളുകളുടെ നോട്ടീസൊക്കെ ഇറക്കിയിട്ട് ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദമിന്റെ രൂപത്തിലാണ് അള്ളാന്റെ രൂപത്തിലാണ് അള്ളാഹ് മനുഷ്യനെ പടച്ചത്. അതിന് നേരെ ട്രാൻസ്ലേഷൻ ചെയ്ത് വിവർത്തനം എഴുതിയിട്ട് ഇവിടെ പെരുമ്പാവൂരിൽ തന്നെ പല ആളുകളും പ്രചരിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാടില്ല, അത് വലിയ വിപത്തുണ്ടാക്കും. ഹിന്ദു വിശ്വാസികളിൽ ചിലർ, ഹിന്ദുക്കളിൽ ചിലർ, ക്രിസ്ത്യാനികളിൽ ഏറിയ കൂറും പിഴച്ചത് എന്തുകൊണ്ടാ? ഫീ ഖൗലിഹിം ഫീ ഈസ ഇബ്നു മറിയം വഖാലു ഹുവൽ ഇലാഹ്, ദൈവം യേശു തന്നെയാണ്. അതുപോലെ ഹൈന്ദവർ വിശ്വസിച്ചു ദൈവത്തിന്റെ അവതാരമാണ് ഈ മനുഷ്യൻ, ഈ ആചാര്യൻ എന്നവർ വിശ്വസിച്ചത് കൊണ്ടാണ് അവർ പിഴച്ചു പോയത്. ഇപ്പൊ നമ്മളിവിടെ പിഴക്കാൻ പാടില്ല, എന്നാ ഉള്ളത് നിഷേധിക്കാനും പാടില്ല. മനുഷ്യനും റബ്ബും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു നിഗൂഢമായ ബന്ധം. അത് റൂഹിയായ ബന്ധാണ്. റൂഹ് എന്താന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ ആ റൂഹിന്റെ ബന്ധം എങ്ങനെ തിരിയാനാ? ഏതായാലും ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം, യോജിപ്പിന്റെ ബന്ധം, ഈ അടിസ്ഥാനത്തിലും ഉടമസ്ഥനായ റബ്ബിനെ മാത്രമാണ് മനുഷ്യർ സ്നേഹിക്കേണ്ടതെന്ന പാഠം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്നു. ഇനി സ്നേഹം, നമ്മൾ പണത്തിനെ സ്നേഹിക്കുന്നു, പെണ്ണിനെ സ്നേഹിക്കുന്നു, കൂട്ടുകാരെ സ്നേഹിക്കുന്നു. എന്താ കാരണം? പണത്തെ സ്നേഹിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, പണം കൊണ്ടുണ്ടാകുന്ന സുഗന്ധാന്ന് നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നമ്മൾ പണത്തെ സ്നേഹിക്കുന്നു. സ്ത്രീകളെ സ്നേഹിക്കുന്നു, എന്തൊരു ആനന്ദമാണ് അവരിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാവുന്നതാണ്. കൂട്ടുകാരെ സ്നേഹിക്കുന്നു, അവരുടെ സഹായം, അവരെ കൊണ്ടുണ്ടാകുന്ന നേരം പോക്ക് നമുക്ക് ബോധ്യമുള്ളതാണ്. അള്ളാഹിനെ സ്നേഹിച്ചിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? മരിച്ചെന്നിട്ട് സ്വർഗോ? അല്ല, ഈ ദുന്യാവും തന്നെ പലതും കിട്ടാണ്ട്. അള്ളാഹുവിനെ സ്നേഹിച്ചത് കൊണ്ട് പണത്തെ സ്നേഹിക്കുന്നതിലുപരി, സ്ത്രീകളെ സ്നേഹിക്കുന്നതിലുപരി, കൂട്ടുകാരെ സ്നേഹിക്കുന്നതിലുപരി
അതൊക്കെ സ്നേഹിച്ചാൽ, അവകളെയൊക്കെ, ആ വിഭാഗത്തെയൊക്കെ സ്നേഹിച്ചാൽ എന്തൊരു സുഖമാണോ ആനന്ദമാണോ കിട്ടുന്നത് എങ്കിൽ അതിലേറെ വലിയ പരമാനന്ദം റബ്ബിനെ സ്നേഹിക്കുന്നത് കൊണ്ട് സത്യവിശ്വാസിക്ക് ഇഹത്തിലും പരത്തിലും കിട്ടുമെന്നു കൂടി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്തയാഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ യഥാവിധി സ്നേഹിക്കാനുള്ള ബുദ്ധിയും പക്വതയും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ശിഹാബുദ്ദീൻ ഫൈസി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം, പെരുമ്പാവൂർ. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ, പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ, പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോപ്പ്, നിയർ ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ്, വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.